ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളൊരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കി അതിൽ കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട്, പിന്നെ അതേപോലെ സവാളയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ കോളിഫ്ലവർ പുഴുങ്ങി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ കുറച്ച് ക്യാപ്സിക്കൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചതച്ച മുളക്. അങ്ങനെ അതൊക്കെ ഒന്ന് വാടുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് കളറൊക്കെ കിട്ടാനായിട്ട് അതാട്ടോ ഏറ്റവും നല്ലത്. ഇതിന് കുറച്ച് നല്ലൊരു കളർ തന്നെ വേണം കേട്ടോ, റെഡ് കളർ തന്നെ. അതേപോലെ തന്നെ സോയാ സോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഒന്ന് സെറ്റായി വരുമ്പോൾ, ആ ക്യാപ്സിക്കം ഒന്ന് സെറ്റായൊക്കെ വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എല്ലാത്തിലും അല്ലെങ്കിൽ മസാല പിടിക്കില്ല. അതുകൊണ്ട് കുറച്ചേശ്ശെ ഇട്ട് എല്ലാം കൂടി ആയിട്ട് ഇളക്കി എടുത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സെറ്റാക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് ആൻറ്റിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ എല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കണ്ടോ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നേ. പാലൊക്കെ ഒഴിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയായിരുന്നു ഫസ്റ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി ആ പാലൊഴിച്ചത് എന്തിനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്.